റേഷനറി ചോറാണ് കഴിക്കണമെന്നുണ്ടെങ്കിലും കയ്യിൽ ഐഫോണൊക്കെ ആണല്ലോ. ഹായ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും പേഴ്സണലി അടുത്തറിയുന്ന ഒരു കുട്ടിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. ഇതിൽ ആരാണെന്നൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ഐഫോൺ ആണുള്ളത് കേട്ടോ. അത് അത്ര പുതിയതൊന്നുമല്ല, യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഐഫോൺ ആണുള്ളത്. ഇനി കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി അത്ര അടിപൊളിയായിട്ട് നിൽക്കുന്ന ഫാമിലി ഒന്നും അല്ല. കമ്പാരിറ്റീവ്ലി മറ്റ് ഫാമിലി മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അവരെക്കാളൊക്കെ കുറച്ചൊരു ബിലോ ആയിട്ട് നിൽക്കുന്ന, ഫിനാൻഷ്യലി കുറച്ച് ബാക്കിയുള്ള അപേക്ഷിച്ച് കുറച്ച് താഴെ നിൽക്കുന്ന ഒരു ഫാമിലിയിലാണ്. അങ്ങനെ ഈ ഒരു കുട്ടി ഒരു ഫംഗ്ഷന് പോയി, കയ്യിൽ ഐഫോണും ഉണ്ട്. അവിടെ നിന്ന് ഒരു റിലേറ്റീവ് ഇവരോട് ചോദിച്ച അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ പറയാൻ പോകുന്നത്. റേഷനറി ചോറാണ് കഴിക്കണമെന്നുണ്ടെങ്കിലും കയ്യിൽ ഐഫോണൊക്കെ ആണല്ലോ, എന്നിട്ട് ഒരു പുച്ഛ ഭാവം. എന്ത് ഈ ആളുകളൊക്കെ എങ്ങനെയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇപ്പോഴും ഈ 2026-ലും ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഒരാളിപ്പോൾ ഡൗൺ സ്റ്റേജിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ ഫിനാൻഷ്യലി ആണെങ്കിലോ ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഒരു ബാക്ക്വേർഡ് ആയിട്ട് ഡൗൺ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ ലൈഫ് ലോങ് അങ്ങനെ തന്നെ നിൽക്കണം എന്നാണോ ഇത്തരത്തിലുള്ള ആളുകളുടെ ചിന്താഗതി? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ഫിനാൻഷ്യലി ഡൗൺ ആയി നിൽക്കുന്ന ഒരാൾ ലൈഫ് ലോങ് അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം അവർ ഇന്ന് സഫർ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ ഭാവിയിൽ അവർക്ക് ഉണ്ടാവണമെന്നില്ല. ഇനി ഇപ്പോൾ ഭയങ്കര അഹങ്കാരം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു രോഗം വന്നാൽ തീരാവുന്ന ഈ അഹങ്കാരമേ ഉള്ളൂ, നമ്മുടെ ജ്ഞാനപ്പാനയിലെ വരികൾ പോലെ. സോ ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജ് അത് ഈവൻ എന്താണെങ്കിലും അത് അതേപോലെ സ്റ്റേബിൾ ആവണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല. നമ്മുടെയൊക്കെ ലൈഫ് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. സോ ഇന്ന് നടക്കുന്ന കാര്യം ഇതേപോലെ സ്റ്റേബിൾ ആവണം എന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന ആളുകൾ അവര് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് അവർക്ക് നല്ലൊരു സ്റ്റേജ് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേജിൽ എത്താനായിരിക്കും അവർ പരിശ്രമിക്കുന്നുണ്ടാവുക. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് റിഫ്ലക്ട് ചെയ്യണം എന്നുള്ളത് യാതൊരു നിർബന്ധമില്ല. എല്ലാവരും അപ്ഡേറ്റ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന ഒരു പ്രായമാണ്. നല്ലൊരു വിദ്യാഭ്യാസം കഴിഞ്ഞ് നല്ലൊരു ജോബ് വാങ്ങി അതിൽ തീരാവുന്ന പ്രശ്നമേ ആ ഫാമിലിക്ക് ഉണ്ടാവും. അല്ലാതെ ഇപ്പം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യലി വീക്ക് ആണെങ്കിൽ ആ കുട്ടിയും അങ്ങനെ തന്നെ തുടരണം എന്നുള്ളത് യാതൊരു നിർബന്ധമല്ല. ആ കുട്ടിക്കും ബെറ്റർ ലൈഫിലേക്ക് പോകാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തായാലും പോവും. അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലോ ക്ലാസ്സിൽ ജീവിക്കണം എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ അത് അത്ര മാൻഡേറ്ററി അല്ല. ഇനി കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണോ ഇവരുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഫാമിലിയിലുള്ള ഒരാളാണ്. ഫാമിലി എന്ന് പറയുന്നത് അത്രയും നമുക്ക് സപ്പോർട്ട് നിൽക്കേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് നിൽക്കേണ്ട ഒരു ഭാഗമാണ് ഫാമിലി എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ കുത്തുവാക്കുകൾ ഫാമിലിയിൽ നിന്ന് തന്നെ വരുമ്പം കമ്പാരിറ്റീവ്ലി ഡിസ്റ്റൻ്റ് ആയി നിൽക്കുക എന്നുള്ളതാണ് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഈ ഐഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് നാട്ടുകാരെ അറിയിച്ച് ജീവിക്കേണ്ടതാണോ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക. വളർന്നു വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവരുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി ഷാർപ്പായിരിക്കും. അത് അവർക്ക് ഈ ഒരു ഗതി വരരുത്. അവർക്ക് കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ പോകണമെന്ന് യാതൊരുവിധ ഉദ്ദേശം ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അവരെന്താണെന്ന് വെച്ചാൽ പഠിച്ച് നല്ലൊരു ജോബ് വാങ്ങി അവർ വഴി ആ ഒരു ഫാമിലിയെ നല്ല രീതിക്ക് കൊണ്ടുപോകും എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത്തരത്തിലുള്ള ഫാമിലിയിൽ നിന്നാണെങ്കിലും സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഉള്ള കുത്തുവാക്കുകളാണ് അവരെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ ഫാമിലി സ്റ്റാറ്റസോ ഒന്നുമല്ല. ഈ റേഷനറി ചോറിന് എന്താണ് പ്രശ്നം? റേഷനറി ചോറ് കഴിച്ച് നല്ല മൈൻഡ് സെറ്റും ഫ്യൂച്ചറിൽ ജയിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളെക്കാൾ എത്രയോ തരം താണ ഒരു പ്രവൃത്തിയാണ് ബിരിയാണി കഴിച്ച് മറ്റുള്ളവരെ തളർത്തുന്ന ഈ ഒരു സ്വഭാവം.